നമസ്കാരം. നമ്മുടെ രാജ്യത്ത് പ്രമേഹ രോഗികളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരികയാണ്. 2035 2040 ആവുമ്പോഴേക്കും ഏകദേശം 35 മില്യൺ ജനങ്ങൾ പ്രമേഹത്തിന് അടിമകളായി തീരുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയധികം പ്രമേഹം നമ്മളുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്നതെന്ന് മനസ്സിലാക്കണം. അതിനകത്ത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം എപ്പോഴും ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയുന്ന കാര്യമാണ്. നമ്മളുടെ ഈ അന്നജപ്രധാനമായ ഭക്ഷണമാണ് ഇവിടെ വില്ലനായി തീരുന്നത്. ഈ അന്നജത്തിനോടുള്ള ഒരു ആർത്തി നിങ്ങൾ കുറച്ചാൽ 100% നിങ്ങൾക്ക് ഈ അസുഖം മാറ്റാൻ പറ്റും. പിന്നെ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൈപ്പ് 1 ഡയബറ്റിക്സ് എന്ന് പറയും. ജന്മനാ തന്നെ പാൻക്രിയാസ് ഇല്ലാത്ത കുട്ടികൾ, അവർക്ക് ഇൻസുലിൻ ശരീരത്തിൽ ഉൽപ്പാദനമില്ല. അങ്ങനെ വരുന്ന ആ കുട്ടികൾ മാത്രമേ ഉള്ളൂ നമ്മൾ ലൈഫ് ലോങ് ഇൻസുലിൻ എടുക്കേണ്ടവർ. അല്ലാതെ വരുന്ന 95% നമുക്ക് ശരിക്കും ഈ ആഹാര രീതിയും ജീവിതശൈലിയും കൊണ്ട് മാറ്റാം എന്ന് തെളിയിച്ച ഒരു ഡോക്ടർ തന്നെയാണ് ഞാൻ. ഇതിൽ ടൈപ്പ് 1.5 ഡയബറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡിവിഷനുണ്ട്, അത് ഓട്ടോ ഇമ്യൂൺ ഡിസോർഡർ. അതുവരെ തീർച്ചയായും നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ അതും മാറ്റാൻ പറ്റും. പിന്നെ ഈ ടൈപ്പ് 1 ഡയബറ്റിക്സിൽ നമുക്ക് ലൈഫ് ലോങ് ഇൻസുലിൻ വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ ഒഴിച്ച് നിർത്തിയാൽ ഈ ഇപ്പോഴുള്ള ഈ ടൈപ്പ് 2 ഡയബറ്റിക്സ് ഇൻസുലിൻ പൂർണ്ണമായിട്ട് മാറ്റാം. 200 യൂണിറ്റ് ഇൻസുലിൻ വരെ നമ്മളുടെ ആഹാര രീതിയും ജീവിതശൈലിയും മാറ്റാൻ പറ്റുമെന്ന് തെളിയിച്ച ഡോക്ടർ തന്നെയാണ് ഞാൻ. നമ്മളുടെ ഹോസ്പിറ്റലിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചികിത്സാ രീതിയുണ്ട്. അതിൻ്റെ പേര് ഹോളിസ്റ്റിക് തെറാപ്പി എന്നാണ്. ഇവിടെ ഭക്ഷണമാണ് ഏറ്റവും പ്രധാനമായ മരുന്ന്. ഞാൻ എപ്പോഴും പറയില്ലേ, ഫുഡ് ഈസ് ദ മെഡിസിൻ ഫോർ യുവർ ബോഡി എന്ന്. അത് തന്നെയാണ് അവിടെയും ചെയ്യുന്നത്. അതോടൊപ്പം നമ്മൾ പാൻക്രിയാസിൽ നിന്ന് ശരിയായിട്ട് ഇൻസുലിൻ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള ചികിത്സാ രീതികളുണ്ട്. ചികിത്സാ രീതികളെന്ന് പറയുമ്പോൾ അതിൽ പ്രധാനം അക്യുപങ്ക്ചർ, അതോടൊപ്പം നാച്ചുറോപ്പതിക് പ്രൊസീജിയേഴ്സ്, അതുപോലെ മറ്റുള്ള കോംപ്ലിക്കേഷൻസ് ഉള്ള പേഷ്യൻസിന് ന്യൂറോപ്പതി, വാസ്കുലോപ്പതി, പെരിഫറൽ നംനെസ് എന്ന് പറയുമ്പം തരിപ്പ്, പെരിപ്പ്, മരവിപ്പ്, ഇവയൊക്കെ നന്നായിട്ട് കുറയ്ക്കാനുള്ള ചികിത്സാ വിധികളുണ്ട്. ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. അതോടൊപ്പം ഇഞ്ചക്ഷൻസ്. ഞാൻ അലോപ്പതി ഡോക്ടർ ആയതുകൊണ്ട് എൻ്റെ കീഴിൽ ഇതിൻ്റെ എല്ലാ സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പം അലോപ്പതി ഡിവിഷൻ ഞാനാണ് കൈകാര്യം ചെയ്യുന്നത്. അവിടെ ഇഞ്ചക്ഷൻ, ന്യൂറോബയോൺ, നർവ് പ്ലസ് അങ്ങനെയുള്ള ഇഞ്ചക്ഷൻസ് കൊടുക്കും. കൂടാതെ ഫുഡ് തെറാപ്പി, ഭക്ഷണം ഏറ്റവും പ്രധാനം. 6 നേരത്തെ ഭക്ഷണം കൊടുക്കും. ചിലപ്പോൾ അത് 3 നേരമായിരിക്കും. അതെപ്പോഴും ഒരു തെറാപ്യൂട്ടിക് ഡയറ്റായിരിക്കും. അതോടൊപ്പം മറ്റുള്ള യോഗ, മെഡിറ്റേഷൻ, മനസ്സിൻ്റെ ഒരു സമനില, അതായത് ഒരു മെൻ്റൽ കാംനെസ് ഉണ്ടാവാനും അവരുടെ ടെൻഷൻ മാറ്റാനും. ടെൻഷൻ കൊണ്ട് തന്നെ ഷുഗർ കൂട്ടുന്ന എത്രയോ ആൾക്കാരുണ്ട്, BP കൂടുന്നവർ. അപ്പോൾ അവർക്ക് തീർച്ചയായും മനസ്സും ശരീരവും ഒരുമിച്ചല്ലേ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാനസികമായ ഒരു സമനിലയ്ക്ക് വേണ്ടിയിട്ടുള്ള യോഗ, മെഡിറ്റേഷൻ, ഡീപ്പ് റിലാക്സേഷൻ അവയൊക്കെ പ്രാക്ടീസ് ചെയ്യും. പിന്നെ ഇതോടൊപ്പം എന്തെങ്കിലും അവർക്ക് അസോഷ്യേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും നമുക്ക് ഹാൻഡിൽ ചെയ്യാം. ബിക്കോസ് ഇതൊരു ഹോളിസ്റ്റിക് തെറാപ്പി ആകുമ്പോൾ ഹോൾ പേഴ്സൺ ഹീലിംഗ് ആണ്. തല മുതൽ പാദം വരെയുള്ള എല്ലാ അവയവങ്ങളെയും കണക്ട് ചെയ്തുകൊണ്ടുള്ള ചികിത്സയാണ് ടോട്ടൽ ഇൻറ്റേർണൽ ഇമ്മ്യൂൺ സിസ്റ്റം കറക്ഷൻ. അപ്പം ഇവിടെ ക്ലെൻസിങ്, ഡീടോക്സിഫിക്കേഷൻ, നറിഷിങ്, അതായത് ശരീരത്തിനെ ശുദ്ധീകരിക്കുകയും അതോടൊപ്പം ശരീരത്തിന് വേണ്ട എല്ലാ പോഷകങ്ങളും നമ്മൾ ലഭ്യമാക്കുകയും ചെയ്യുന്ന ചികിത്സാ രീതി. ഈ ചികിത്സയിലൂടെ അതാണ് ചെയ്യുന്നത്. അതായത് ബോഡി വൃത്തിയാക്കിക്കൊണ്ടിരിക്കും. വൃത്തിയാക്കുന്ന സമയത്ത് എല്ലാ സെൽസും സ്റ്റിമുലേറ്റഡ് ആവും. അതാണ് ഈ ഒരു ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റിയാണ് അവിടെ ഉണ്ടാകുന്നത്. ഈ പ്രമേഹം എന്ന് വെച്ചാൽ എന്താണ്? ഈ ടൈപ്പ് 2 പ്രമേഹത്തിനെ കുറിച്ചാണ് ഞാൻ എടുത്ത് പറയുന്നത്. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതിൽ കൂടുതൽ അന്നജമുണ്ടെങ്കിൽ അത് ഈ അന്നജത്തിനെ കാണുമ്പോഴാണ് ഇൻസുലിൻ പെട്ടെന്ന് തന്നെ പാൻക്രിയാസിൽ നിന്ന് വെളിയിൽ വരുന്നത്. അപ്പം ബ്ലഡിൽ അന്നജം നമ്മൾ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അത് ഗ്ലൂക്കോസായിട്ട് രക്തത്തിലോട്ട് കയറും, ദഹിച്ച്. ഈ ഗ്ലൂക്കോസ് രക്തത്തിൽ വരുമ്പോൾ തന്നെ ഇൻസുലിൻ പുറത്തേക്ക് വരും. ഇൻസുലിൻ അപ്പോൾ ഇൻസുലിൻ്റെ പണി എന്താണ്? ഈ ഗ്ലൂക്കോസിനെ എടുത്തുകൊണ്ട് പോകണം. അപ്പോൾ വളരെ കൂടുതൽ ഗ്ലൂക്കോസ് മോളിക്യൂളുകൾ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇൻസുലിന് അത്രയും എഫിഷ്യൻസി ഇല്ല. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ സെല്ലിൽ അപ്പോൾ എന്ത് പറ്റും? ഈ
വരുന്ന ഗ്ലൂക്കോസ് എല്ലാം തന്നെ കൊഴുപ്പായി മാറിക്കൊണ്ടിരിക്കുക. കൊഴുപ്പായി മാറി കോശങ്ങളെല്ലാം അടിഞ്ഞു കൂടുമ്പോൾ ഇൻസുലിൻ ആക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇൻസുലിൻ ഒരു റിസപ്റ്റർ ഉണ്ട്, ആ റിസപ്റ്റർ ബ്ലോക്ക് ആവും. ഇതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇവിടെ ഇൻസുലിൻ്റെ ലഭ്യതക്കുറവെന്ന് പറയുന്നതിലുപരി ഇൻസുലിൻ വളരെ കൂടുതലാണ്. ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന കാര്യത്തിൽ ഇൻസുലിൻ വളരെ കൂടുതലാണ് ബ്ലഡിൽ. പക്ഷേ അതിന് എഫക്റ്റീവ്നെസ് ഇല്ല, അതിന് അതിൻ്റെ ഉള്ള പ്രവർത്തനക്ഷമതയില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള വാക്ക്. പ്രവർത്തനക്ഷമതയില്ല. അപ്പം നമ്മൾ ഈ ഒരു ചികിത്സാവിധിയിലൂടെ പ്രവർത്തനക്ഷമത കൂട്ടുകയും ഈ മരുന്നിൻ്റെ ഉപയോഗം പൂർണ്ണമായിട്ട് മാറ്റുകയും ചെയ്യാം. ഇപ്പോൾ തന്നെ ക്രിയാറ്റിൻ കൂടിയ പേഷ്യൻസ് 6, 7, 5 ഒക്കെ ആയിട്ടുള്ള പേഷ്യൻസ് വരും. ഇവർക്കെല്ലാം ഇൻസുലിൻ എടുക്കുന്നവരാണ്. വന്ന് നമ്മൾ ഇതിനെ ഒരു 3-4 ദിവസം ആകുമ്പോൾ ഇൻസുലിൻ എടുത്ത് മാറ്റുകയാണ്. അത് കഴിഞ്ഞ് ടാബ്ലറ്റ്സ് തന്നെ ശരിക്കും വളരെ കുറയുന്നു. ചിലർക്ക് മാത്രമേ ഉള്ളൂ ടാബ്ലറ്റിൻ്റെ ആവശ്യം പോലും. അത്രയ്ക്ക് എഫക്റ്റീവ്നെസ് കൊടുക്കുന്ന ഒരു ചികിത്സാ പ്രക്രിയയുടെ വക്താവാണ് ഞാൻ. ഇത് എനിക്ക് വളരെയധികം സന്തോഷത്തോടുകൂടി ഞാൻ പറയുന്നത്. ഇഷ്ടം പോലെ ടെസ്റ്റിമോണിയൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം. ആർക്കും ഇപ്പം ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് സംശയമുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ ചെയ്ത കേസസിൽ വളരെയധികം ഈ റീസെൻ്റായിട്ട് ചെയ്ത കേസസിൻ്റെ ഫോൺ നമ്പർ വരെ തരാം. അപ്പോൾ തീർച്ചയായും അതുപോലെ തന്നെയാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഡീൽ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ കാലിലെ പെരുപ്പ്, തരിപ്പ്, മരവിപ്പ്, പിന്നെ അതോടൊപ്പം തന്നെയാണ് ഡയബറ്റിക് നെഫ്രോപ്പതിയിലാണ് ക്രിയാറ്റിൻ കൂടിക്കൊണ്ടിരിക്കുക. ക്രിയാറ്റിൻ കൂടുകയും EGFR കുറയുകയും ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോയിൽ വ്യത്യാസം വരികയും അതോടൊപ്പം പൊട്ടാസ്യം കൂടുകയും ഹീമോഗ്ലോബിൻ കുറയുകയും യൂറിയ കൂടുകയും ചെയ്യും. ക്രിയാറ്റിനും യൂറിയയും കൂടുകയും ചെയ്യും. അപ്പോൾ ഇത്രയും കോംപ്ലിക്കേഷൻസ്, മൈക്രോ ആൽബുമിനൂറിയ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാക്രോ ആൽബുമിൻ യൂറിൻ കാണുക, അതുപോലെ മൈക്രോ ആൽബുമിൻ കൂടുതലായിട്ട് കാണുക യൂറിനിൽ. ഇവയെല്ലാം തന്നെയും ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്നതാണ്. അപ്പം ഓവറോളായിട്ട് പ്രമേഹം ഒരു നിശബ്ദ കൊലയാളിയാണെന്നുള്ള ഒരു തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു ചികിത്സാരീതി, നമ്മളുടെ ഈ ചികിത്സാരീതി വളരെ ഇഷ്ടപ്പെടും. ഒരു പ്രയാസമുള്ള കാര്യമല്ല. പക്ഷേ ഈ ആഹാരം കഴിക്കരുതെന്നൊന്നുമല്ല, കഴിക്കാം. അതിൻ്റെ ലിമിറ്റ് എത്രയായിരിക്കണം കാർബോഹൈഡ്രേറ്റ്, എത്രയായിരിക്കണം പ്രോട്ടീൻ, എത്രയായിരിക്കണം നല്ല കൊളസ്ട്രോൾ, എത്രയായിരിക്കണം നമ്മളുടെ ശരീരത്തിലേക്ക് വേണ്ട ഫൈബർ, അതുപോലെ വൈറ്റമിൻസ്, മിനറൽസ്, പോളിഫിനോൾസ്, ഫ്ലേവനോയിഡ്സ്, ഇവയൊക്കെ കുറിച്ചുള്ള ഒരു അവബോധമാണ് ഞാൻ ഈ തരുന്നത് നിങ്ങൾക്ക്. അപ്പോൾ അതിൽ ആത്യന്തികമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ദിവസം നമ്മൾ കഴിക്കുന്ന അന്നജത്തിൻ്റെ അളവാണ്. അതൊരു 10%, 20%-ത്തിനകത്ത് നിർത്തിക്കൊണ്ട് ബാക്കി കൂടുതൽ 50% തന്നെ പ്രോട്ടീൻ കഴിക്കുക, ഒരു 30% ഫാറ്റ് കഴിക്കുക, അതോടൊപ്പം 10-20%. അപ്പോൾ ഇതൊക്കെ തന്നെയും നമുക്ക് ലഭ്യമാകേണ്ടത് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആയിട്ടാണ്. അതോടൊപ്പം ശരീരത്തിന് ആ ഒരു കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റിൽ എല്ലാ ന്യൂട്രിയൻസും വേണം. നാരുകൾ വളരെ കൂടുതൽ വേണം. ഈ നാരുകളാണ് ശരീരത്തിൻ്റെ ചൂലുകൾ. അതുമാത്രമല്ല ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനേറെ സഹായിക്കുന്നത് നാരുകളടങ്ങിയ ഭക്ഷണങ്ങളാണ്. അപ്പോൾ അത് ആ ഒരു രീതിയിലേക്കുള്ളൊരു അപ്രോച്ചാണ്. അപ്പം പ്രമേഹത്തെ എങ്ങനെ തടഞ്ഞു നിർത്താം എന്നുള്ളതാണ്. ഇപ്പം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കുന്ന കാര്യം, ഇപ്പോൾ ഇൻസുലിനൊക്കെ എടുക്കുന്ന പേഷ്യൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അവർക്ക് എന്നെ സമീപിക്കാവുന്നതാണ്. തീർച്ചയായും 2 ആഴ്ചയുടെ ചികിത്സയിലൂടെ നന്നായിട്ട് നമുക്കത് മാറ്റിയെടുക്കാം. യു ക്യാൻ ലീഡ് ആൻ ആബ്സല്യൂട്ട്ലി ഹാപ്പി ആൻഡ് ഹെൽത്തി ലൈഫ്. എന്ന് പറഞ്ഞാൽ ഇത് എടുത്ത് കഴിയുമ്പോഴത്തെ അവർക്കവിടെ ആരോഗ്യം കാണണം, അവരുടെ ഉന്മേഷം, ഉണർവ്, അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യം അതാണ്. ഈ വരുന്ന ആൾക്കാർ തൂങ്ങി അടിച്ച് ക്ഷീണവും ഒട്ടും നടക്കാൻ വയ്യാതെയും, ചിലരെ വീൽ ചെയറിലാണ് കൊണ്ടുവരുന്നത്. ഇവരൊക്കെ എത്ര എനർജറ്റിക് ആയിട്ടാണ് തിരിച്ചു പോകുന്നതെന്നറിയാമോ? അതാണ് ഈ ഒരു ചികിത്സയുടെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ആസ്പെക്റ്റ്. അപ്പോൾ എന്താണ് ഈ ആത്യന്തികമായിട്ട് നമ്മൾ പ്രമേഹ രോഗികൾ കഴിക്കേണ്ടത്? അതായത് ഗ്ലൂക്കോസ് 100% എന്നല്ല, ഒരു 80% ഗ്ലൂക്കോസ് ഇല്ലാത്ത ഭക്ഷണങ്ങളായിരിക്കണം കഴിക്കേണ്ടത്. എന്നാൽ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നതിൽ കൂടുതലും ഗ്ലൂക്കോസ് 1% പോലും ഇല്ലാത്ത ഭക്ഷണങ്ങളാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, പ്രോട്ടീനും ഫാറ്റും ആണെന്ന്. അതിൽ നമ്പർ 1 ആണ് മുട്ട. നിങ്ങൾക്കറിയാമല്ലോ മുട്ട. ഞാൻ ഇന്നത്തെ ഈ റെസിപ്പിയിൽ മുട്ട എടുത്തില്ലെന്നേ ഉള്ളൂ. മുട്ടയ്ക്കകത്ത് 1% പോലും ഗ്ലൂക്കോസ് ഇല്ല. അതിന് പകരം പ്രോട്ടീനും ഫാറ്റുമാണ്. അത് ഏറ്റവും നല്ല ഫുഡാണ്. അപ്പം നോൺ വെജിറ്റേറിയൻ്റെ കാര്യമാണ് ആദ്യം പറയുന്നത്. ഞാൻ വെജിറ്റേറിയൻസിന് അതിൻ്റെ അടുത്ത ഓപ്ഷൻ പറയാം. അത് കഴിഞ്ഞ് ഫിഷ്, മീൻ ഏറ്റവും നല്ല ഓപ്ഷനാണ്. എത്ര വേണം നിങ്ങൾക്ക് നന്നായിട്ട് കഴിക്കാം. 200 ഞാൻ എപ്പോഴും പറയുന്നത്, ഇത്ര മീൻ കഴിക്കാം, ഇത്ര സാലഡ് കഴിക്കാം, ഇത്ര
ചോറ് കഴിക്കും. കാർബോഹൈഡ്രേറ്റ് കഴിക്കരുതെന്നല്ല, അതിൻ്റെ 1/4 കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് മീൻ ഇരിപ്പുണ്ട്. മീൻ ഇത് ഒരു ഷാലോ ഫ്രൈ ചെയ്ത മീനാണ്. അതോടൊപ്പം ചിക്കൻ കണ്ടോ, ഇങ്ങനെ വേവിച്ചെടുത്ത ചിക്കൻ. ഇതെല്ലാം നമ്മൾ സാലഡിന് വേണ്ടി എടുത്തതാണ്. അപ്പോൾ ഇതൊക്കെ 0 കലോറി ആണ്. ഗ്ലൂക്കോസിൽ നിന്ന് 0 കലോറിയാണ്, അതായത് ഗ്ലൂക്കോസ് ഒട്ടും അടങ്ങാത്ത ഭക്ഷണങ്ങൾ. പിന്നെ മുട്ട. അപ്പം 3 മെയിൻ ഭക്ഷണങ്ങൾ. പിന്നെ മറ്റുള്ള മട്ടണും മീറ്റും എല്ലാം ഗ്രൂപ്പാണ്, അതെല്ലാം അങ്ങനെ തന്നെയാണ്. പിന്നെ നമുക്കുള്ളത് നെയ്യ്, ഏറ്റവും നല്ലതാണ്. അതോടൊപ്പം ഇതെല്ലാം 0 കലോറി ഫ്രം ഗ്ലൂക്കോസാണ്. കലോറി ഇല്ലെന്നല്ല, ഗ്ലൂക്കോസ് ഇല്ല. അപ്പം ഗ്ലൂക്കോസ് ഇല്ലാത്തതാണ് നമുക്ക് പ്രമേഹം വരാതിരിക്കാനും പ്രമേഹ രോഗികളും കൂടുതൽ ഓപ്റ്റ് ചെയ്യേണ്ടത്. ഇത് വെർജിൻ കോക്കനട്ട് ഓയിൽ അതുപോലെ തന്നെയാണ്. നമുക്ക് ഏറ്റവും 0 കലോറി ഫ്രം ഗ്ലൂക്കോസ് ഇല്ല. പിന്നെ നമുക്ക് അടുത്തത് നമുക്ക് വെജിറ്റബിൾസാണ്. വെജിറ്റബിൾസിൽ ഏറ്റവും കുറഞ്ഞ കലോറിയുള്ള വെജിറ്റബിൾസാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യേണ്ടത്. അതിന് ഏറ്റവും നമ്പർ 1 ടൊമാറ്റോ ആണ്. ടൊമാറ്റോ ഏറ്റവും പവർ ഹൗസ് ഓഫ് ന്യൂട്രിയൻസ് ആണ്. അറ്റ് ദ സെയിം ടൈം ഇതിനകത്ത് 100 ഗ്രാമിൽ വെറും 13, 14, 15 കലോറിയേ വരികയുള്ളൂ. പിന്നെ കോവയ്ക്ക അതുപോലെ തന്നെയാണ്, വളരെയധികം ആൻറ്റി ഡയബറ്റിക് പ്രോപ്പർട്ടീസ് ഉള്ളതാണ്. അതായത് പ്രമേഹം കുറയ്ക്കാൻ സഹായിക്കുന്ന വളരെയധികം നാരുകളുടെ സമന്വയമാണ്. അതോടൊപ്പം കലോറി വളരെ കുറവാണ്. പക്ഷേ ഈ ആൻറ്റി ഡയബറ്റിക് പ്രോപ്പർട്ടീസ് മാത്രമല്ല, ദഹനത്തിനും ഇത് വളരെ സ്ലോ ഡൗൺ ചെയ്യുമ്പം ഇൻസുലിൻ റെസിസ്റ്റൻസ് വളരെയധികം കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് സലാഡ് ക്യൂക്കുംബറിലും വെറും 12 കലോറി പോലും ഇല്ല 100 ഗ്രാമിൽ. അതാണ് നിങ്ങൾ ഓർക്കേണ്ടത്. പക്ഷേ ഇതിനകത്തൊക്കെ നമുക്ക് ഒത്തിരി ന്യൂട്രിയൻസ് ഉള്ളതുകൊണ്ടും ഫൈബർ ഉള്ളതുകൊണ്ടും ഈ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവാണ്, ഗ്ലൈസമിക് ലോഡ് വളരെ കുറവാണ്. പിന്നെ സവാളയ്ക്കൊരു 50 കലോറി ഉണ്ട്. പക്ഷേ നമുക്ക് കുറച്ചെടുത്താൽ മതിയാവും. ഒരു 50 ഗ്രാം എടുക്കുമ്പോൾ അതിനകത്ത് തന്നെ 25 കലോറിയേ വരുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ സാലഡിൽ ഞാൻ ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു എക്സലൻ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആൻഡ് ന്യൂട്രീഷ്യസ് സാലഡാണ്. അപ്പോൾ ഇത് നോൺ വെജിറ്റേറിയൻസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി നമുക്ക് വെജിറ്റേറിയൻസിന് ചിക്കനും മുട്ടയും അതുപോലെ തന്നെ ഫിഷും മാറ്റി നിർത്തിക്കൊണ്ട് അതിന് അടുത്ത ഓപ്ഷൻസ് എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അഫോർഡബിലിറ്റി ഉണ്ടെങ്കിൽ മഷ്റൂംസ് മേടിക്കാം. അതായത് നമ്മുടെ കൂൺ ഏറ്റവും ബെസ്റ്റാണ്. അത് ഇതുപോലെ തന്നെ ചിക്കനും മട്ടണും പോലൊക്കെ തന്നെയാണ് കൂണും. അത് നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. കൂടാതെ പയറ്, കടല, അതിൽ ഏറ്റവും നല്ല പയർവർഗ്ഗം കിഡ്നി ബീൻസാണ്. രാജ്മ എന്ന് പറയും. രാജ്മ അറിയാമല്ലോ, ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് കിഡ്നി ബീൻസ്. അതിപ്പം നിങ്ങൾക്ക് ഈ പിക്ചർ കാണാം, രാജ്മ. അത് നമുക്ക് ഓപ്റ്റ് ചെയ്യാം. പിന്നെ അല്ലാതെ വെള്ളക്കടല വളരെ നല്ലതാണ്, ലോ ഗ്ലൈസമിക് ലോഡാണ്. അതോടൊപ്പം തന്നെ നിറയെ പ്രോട്ടീനുണ്ട്, അതോടൊപ്പം ഫൈബറുണ്ട്, ന്യൂട്രിയൻസും വളരെ കൂടുതലാണ്. രാജ്മ എടുക്കാം. അതല്ല എങ്കിൽ കറുത്ത കടല എടുക്കാം. അപ്പോൾ ഇവയെല്ലാം ഇതിനടുത്ത വെജിറ്റേറിയൻസിനുള്ള ഓപ്ഷൻ കോളിഫ്ലവർ ഉപയോഗിക്കാം. നമുക്ക് വളരെ നല്ല ബ്രൊക്കോളി കിട്ടുമെങ്കിൽ ബ്രൊക്കോളി ഉപയോഗിക്കാം. ഇവയൊക്കെ ഇതിന് വേണ്ടിയിട്ട് ഈ വെജിറ്റേറിയൻസിന് ഇതിന് പകരമായിട്ട് ഉപയോഗിക്കാം. പച്ചപ്പയറും ഉപയോഗിക്കാം, കുഴപ്പമില്ല. പിന്നെ അതിനകത്തൊക്കെ കുറച്ചുകൂടെ കലോറി ഉണ്ട്, കാർബോഹൈഡ്രേറ്റിൻ്റെ കലോറി ഉണ്ടെന്ന് മാത്രം സാരമാക്കണ്ട. ഗ്രീൻ പീസ് എക്സലൻ്റ് ആണ്. ഗ്രീൻ പീസ് വെച്ചിട്ടുള്ള ദോശ നമ്മൾ ഗ്രെയിൻ ഫ്രീ ഡയറ്റ് ചെയ്ത് ഓർമ്മയുണ്ടല്ലോ, വീഡിയോ ഫ്രം 327 to 343. ഗ്രെയിൻ ഫ്രീ ഡയറ്റാണ്. ഏത് ഡയബറ്റിക് പേഷ്യൻസിനും അതുപോലെ തന്നെ ഫാറ്റി ലിവർ പേഷ്യൻസിനും PCO പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് ഉള്ള പേഷ്യൻസിനും ഒബേസിറ്റി അമിതവണ്ണമുള്ളവർക്കും എക്സലൻ്റ് ആയിട്ടുള്ള ഡയറ്റ് പ്ലാൻ LK ഡയറ്റ് പ്ലാൻ കിടപ്പുണ്ട്. അതോടൊപ്പം ഈ ഗ്രെയിൻ ഫ്രീ ഡയറ്റും എക്സലൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അതിൽ ഓരോ ദിവസത്തേക്കും 3 തരം ഡയറ്റ്സ് ഞാൻ പറയട്ടെ, രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി ഒക്കെ എല്ലാം എക്സലൻ്റ് ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. എല്ലാവർക്കും ഫോളോ ചെയ്യാവുന്ന. അപ്പോൾ അതിലേക്ക് മറ്റൊരു ഗ്രെയിൻ ഫ്രീ ഡയറ്റും കൂടെ ഇന്ന് ആഡ് ചെയ്യുകയാണ്. ഇത് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു എക്സലൻ്റ് ആയിട്ടുള്ള ഒരു നല്ല സാലഡാണ്, വളരെ ടേസ്റ്റിയാണ്. നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ആസ് യൂഷ്വൽ നമ്മളുടെ ഓരോ ചേരുവകളും ചേർക്കുക. സവാള ചേർത്തു, സലാഡ് ക്യൂക്കമ്പർ ചേർത്തു, ടൊമാറ്റോ ചേർത്തു, കോവയ്ക്ക, പിന്നെ ഫിഷ്, മീൻ
ഇതൊരു ഷാലോ ഫ്രൈ ആണ് ചെയ്തത്. ഡീപ്പ് ഫ്രൈ ആയിട്ട് ദയവ് ചെയ്ത് അധികം നിങ്ങൾ ഉപയോഗിക്കരുത്. ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണമെല്ലാം നഷ്ടപ്പെടും, അത്രയേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നതും ഡീപ്പ് ഫ്രൈ ചെയ്യാതെ നോക്കുക. ഇത് കുരുമുളക് പൊടി ഇട്ടു. അടുത്തത് ആപ്പിൾ സിഡർ വിനിഗറോ നാരങ്ങ നീരോ ഉപയോഗിക്കാം. പിന്നെ ഉപ്പ്. അപ്പോൾ ഇതിൽ ചിക്കനും ഫിഷും ഞാൻ ഒരുമിച്ച് ചേർത്തന്നേ ഉള്ളൂ. ഏതെങ്കിലും ഒരെണ്ണം ആയാലും മതി, അല്ലെങ്കിൽ എഗ്ഗ്, മുട്ട ചേർക്കാം. അങ്ങനെ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചേർക്കാവുന്നതാണ്. പിന്നെ ഇതിനോടൊപ്പം ഒരു മിക്സഡായിട്ട് ഇതിനോടൊപ്പം ഗ്രീൻ പീസ് ചേർക്കാം, ഈ വെള്ളക്കടല ചേർക്കാം. അങ്ങനെ ഡിഫറെൻറ്റ് ടേസ്റ്റ് ഉണ്ടാക്കാം. അതായത് വെറൈറ്റി ഈസ് ദ സ്പൈസ് ഓഫ് ലൈഫ് എന്ന് ഞാൻ പറയില്ല. അപ്പോൾ പ്രത്യേകിച്ചും അത് ഡയറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അതൊരു അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ് എന്ന് പറഞ്ഞ പോലെ എന്നും ഒരേപോലെ കഴിക്കുന്നത് ആർക്കും പിടിക്കത്തില്ലല്ലോ. കുറച്ച് ദിവസം കഴിയുമ്പോൾ മടുക്കും. അപ്പോൾ ഇതിനകത്തേക്ക് വെർജിൻ ഓയിൽ ലാസ്റ്റ് ടോപ്പപ്പ് ചെയ്യാം. ഒരു 10 ml ഒഴിച്ചാൽ മതിയാവും. ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. ഞാനിന്ന് സെർവിങ് ബൗൾ എടുത്തില്ല, അപ്പോൾ ഇതിനകത്ത് വെച്ച് തന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്യാം അല്ലേ, കുഴപ്പമില്ലല്ലോ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പം നിങ്ങൾക്കറിയാമല്ലോ, ഇങ്ങനെയുള്ള റെസിപ്പീസൊക്കെ നല്ല രുചിയായിരിക്കും. കാരണം രുചി വൈവിധ്യങ്ങളുടെ സങ്കലനമാണിത് അല്ലേ. ടൊമാറ്റോ എന്ന് പറയുന്നത് എക്സലൻറ്റ് കോമ്പിനേഷനാണ് ഏതിനും. ചിലർക്ക് മാത്രമേ ഉള്ളൂ ഈ ടൊമാറ്റോ ഇഷ്ടമില്ലാത്തത്. ബാക്കി ടൊമാറ്റോ ഇട്ട് കഴിയുമ്പോൾ എല്ലാത്തിൻ്റെ ആ ഒരു പിക്ചർ തന്നെ മാറും അല്ലേ, ശരിയല്ലേ. അതുപോലെ തന്നെയാണ് നമ്മളുടെ ഇപ്പം നോൺ വെജ് ഐറ്റംസ് ആഡ് ചെയ്യുന്ന പോലെ തന്നെയാണ് മഷ്റൂംസ്. ഇപ്പം നോൺ വെജ് വെജിറ്റേറിയൻസിന് നിങ്ങൾക്ക് ഇതിന് പകരം മഷ്റൂം ചേർത്താൽ മതി, എക്സലൻറ്റ് ടേസ്റ്റ് ആയിരിക്കും. ഗ്രീൻ പീസ് ചേർക്കാം, ഒക്കെ ആഡ് ചെയ്ത് നോക്കൂ, വളരെ വ്യത്യാസമാണ്. അതുപോലെ തന്നെ കോളിഫ്ലവർ അല്ലെങ്കിൽ ബ്രക്കോളി ഇവയൊക്കെ തന്നെ ഒന്ന് സോട്ട് ചെയ്തിട്ടാൽ മതി. പിന്നെ ഇത് ഫ്രഷായിട്ട് നമുക്ക് ഈ ടൊമാറ്റോയും സവാളയും സലാഡ് കുക്കുംബറും ചേർത്തിട്ട് ഇവ ചേർക്കാം. പിന്നെ മറ്റൊരു ഓപ്ഷനുണ്ട്, ഓർമ്മയുണ്ടായിരിക്കും, വീഡിയോ നമ്പർ 315 315, അതായത് സർവ്വരോഗ സംഹാരിയായ ഭക്ഷണം നിമിഷങ്ങൾക്കുള്ളിൽ. ആ ഒരു സലാഡ്, പിക്കിൾഡ് സാലഡ് ഉണ്ടാക്കി വെച്ചാൽ അത് നമുക്ക് ഇതിനോടൊപ്പം ചേർക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ആ സാലഡും ഈ പറഞ്ഞ ഫിഷും ചിക്കനും എഗ്ഗും ഒക്കെ തന്നെയും ആഡ് ചെയ്തിട്ട് ഒരു എക്സലൻ്റ് ആയിട്ടുള്ളൊരു ഫുൾ മീൽ ബൈ ഇറ്റ് സെൽഫ്, ഒരു ഗ്രെയിൻ ഫ്രീ ഡയറ്റ് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ആർ വെരി മച്ച് പോസിബിൾ. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ട് നിങ്ങളുടെ മുന്നിൽ. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി വിവേചനപൂർവ്വം റെസിപ്പികളൊക്കെ തിരഞ്ഞെടുക്കുക. ഡോക്ടർ ലളിത അപ്പുക്കുട്ടൻ സാലഡ്സ്, ഡോക്ടർ ലളിത അപ്പുക്കുട്ടൻ ചായ, കരിഞ്ജീരക ചായ എത്ര നല്ലതാണ്. അതുപോലെ പെരിഞ്ജീരക ചായ, ഇനി അടുത്തൊരു ചായ വരുന്നുണ്ട്. ഒക്കെ ഇങ്ങനെ എല്ലാം തന്നെ ഞാൻ കൂടുതൽ ആൻറ്റി ഡയബറ്റിക്, അതായത് പ്രമേഹത്തിനെ പ്രതിരോധിക്കാനും ഫാറ്റി ലിവറിനെ പ്രതിരോധിക്കാനും അതോടൊപ്പം PCO പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസിനെ കുറയ്ക്കാനും അതോടൊപ്പം അമിത വണ്ണത്തിനെ കുറയ്ക്കാനും ഇതെല്ലാത്തിൻ്റെയും ആത്യന്തികമായ മൂല കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണെന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ ഈ റെസിപ്പീസ് എല്ലാം ഈ 4 വിഭാഗക്കാർക്കും എക്സലൻ്റ് ആയിട്ട് ഫോളോ ചെയ്യാവുന്നതാണ്. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.